Good morning. Kerala Financial Corporation assistant exam previous time നടന്ന question paper discussion ആണ് കേട്ടോ. All questions അല്ല, selected questions ഒരു explanation video ആണ്. Okay, first question ലേക്ക് വരാം. Payment of Gratuity Act 1972 is applicable to every shop or establishment within the meaning of any law for the time being in force in relation to shops and establishment in a state in which dash persons are or were employed on any day in preceding 12 months. So ഇൻകം ഈ ടാക്സിൻ്റെ ഒരു നിയമം ലോ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിരത്തി എഴുതിയിരിക്കുന്നത്. സിംപ്ലി ഇത്രയേ ഉള്ളൂ ചോദിച്ചിരിക്കുന്നത്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ ആവുന്നത് എത്ര വർക്കേഴ്സ് ഉള്ളപ്പോഴാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻസ് ഉള്ളത് 10 or more ഉണ്ട്, B10 ഉണ്ട്, 20 or more ഉണ്ട്, D20 ഉണ്ട്. ഓക്കെ, സോ 10 ആണ് ആൻസർ. 10 or more ആണോ 10 ആണോ എന്നുള്ളതാണ്. സോ അതിൻ്റെ ആൻസർ ആക്ടിനകത്തിൽ പറയുന്നുണ്ട് 10 or more. അപ്പോൾ നമ്മൾ ജസ്റ്റ് മേറായിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ 10 ആണോ 10 or more ആണോ എന്നൊന്നും പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പറയുന്നുണ്ട്. 10 or more എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10 or more ആണ്. ഓക്കെ, next question. The document which provides information regarding the progress of each job at each operation is known as. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രസ് എന്നുള്ള വാക്ക് കിടപ്പുണ്ട്. ഓരോ സ്റ്റേജിലെ പ്രോഗ്രസ് ഓഫ് ഈച്ച് ജോബ് അറ്റ് ഈച്ച് ഓപ്പറേഷൻ, ഓരോ ഓപ്പറേഷനിലെ ഓരോ ജോബ്, ഒരു ഓപ്പറേഷൻ ജോബ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഇഫ് ദർ ആർ 2 പ്രോഡക്ട്സ്, 2 പ്രോഡക്ട്സ് ഉണ്ടെന്ന് വെച്ചോളൂ, രണ്ടിനും 2 ഓപ്പറേഷനാണ് നടക്കുന്നത്. ഓപ്പറേഷൻ ഹിയർ മീൻസ് പ്രൊഡക്ഷൻ അല്ലേ. ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ന്യൂ ജനറേഷൻ ടേം ആണ്. എന്തെന്ന് പറയുന്നത്, ഈ പ്രൊഡക്ഷൻ്റെ ഒരു ന്യൂ ജനറേഷൻ ടേം ആണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ, ഓരോ ഓപ്പറേഷന് അതിനകത്തിൽ ഓരോ ജോബ് ഉണ്ടാവും. ഇപ്പോൾ അല്ലേ, ഓരോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതിന് പല 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 സ്റ്റെപ്പ് ഉണ്ടാവും. സപ്പോസ് ഇപ്പോൾ പ്രോഡക്റ്റ് എ പോകുന്നത് ABC എന്ന് പറയുന്ന 3 സ്റ്റെപ്പിലായിരിക്കും ഫസ്റ്റ് പ്രോഡക്റ്റ് പോകുന്നത്. അടുത്ത പ്രോഡക്റ്റും അതുപോലെ 4 സ്റ്റെപ്പുകളിൽ കൂടെ ആയിരിക്കും, ABCD അല്ലെങ്കിൽ 1 2 3 4. അതൊക്കെ അവരുടെ ഓർഡറിലും കിട്ടോടെ. അപ്പോൾ ഓരോരോ പ്രോഡക്റ്റിൻ്റെ പ്രോഗ്രസ് എന്താണ്, പ്രോഡക്റ്റ് മീൻസ് ഓരോരോ ഓപ്പറേഷൻ്റെ അതിനകത്തുള്ള സ്റ്റെപ്പുകൾ എന്താണ്. അപ്പോൾ ഇത് ഓപ്ഷൻസ് ഇത് ആ ഒരു ഡീറ്റെയിൽസ് തരുന്ന ഇത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്യുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 1 പ്രോഗ്രസ് അഡ്വൈസ് എന്നാണ് തന്നിട്ടുള്ളത്. നമുക്കത് വളരെ കണക്ട് ചെയ്യാൻ പറ്റും. പ്രോഗ്രസ്, ഇവിടെ ഒരു പ്രോഗ്രസ് അഡ്വൈസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ജോബ് കാർഡാണ്. ജോബ് കാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജോബ് കാർഡ് എന്ന് പറയുന്നത് എത്ര ആൾക്കാർ അതിനെത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നൊക്കെ വരുന്നതാണ് ജോബ് കാർഡിനകത്തിൽ വരുന്നത്. ജോബ് ടിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷനാണ് ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോബ് ടിക്കറ്റാണ് ഓരോ ഓപ്പറേഷൻ എന്താണ്, ഓരോ ഓപ്പറേഷൻ്റെയും ഓരോരോ സ്റ്റെപ്പുകൾ ഏതുവരെ ആയി എന്ന് പറയുന്നത് ജോബ് ടിക്കറ്റാണ്. ജോബ് ഓർഡർ എന്ന് പറയുന്നത് ജസ്റ്റ് ഓർഡർ. ജോബ് ഓർഡർ കോസ്റ്റിംഗ് ഉണ്ടോ, കോസ്റ്റിംഗ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്നാണ് വരുന്നതെങ്കിൽ അത് ഫിക്സഡ് എക്സ്പെൻസ് വേരിയബിൾ എക്സ്പെൻസിൻ്റെ ഒക്കെ ഒരു കളി. ജസ്റ്റ് ജോബ് ഓർഡർ എന്ന് വെച്ചാൽ നമുക്കൊരു ഓർഡർ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രസ് അഡ്വൈസ് എന്ന് പറയുന്ന ഒരു സാധനം കോസ്റ്റിങ്ങിനകത്തിലൊരു ഫോർമലായിട്ടൊരു ടേമായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഈ പ്രോഗ്രസ് വാക്കുള്ളത് കൊണ്ട് നിങ്ങളത് കണക്ട് ചെയ്യരുത്. സോ ദ ആൻസർ ഈസ് ജോബ് ടിക്കറ്റ് എന്നാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ജോബ് ടിക്കറ്റിൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കോസ്റ്റിങ്ങിനകത്തിൽ ജോബ് ടിക്കറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് തരുന്നത് ഓരോ ഓപ്പറേഷനിലും അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ജോബ് ടിക്കറ്റ് ആണ് കേട്ടോ. ജോബ് ടിക്കറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ജോബ് ടിക്കറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ വർക്ക് സർട്ടിഫൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, വർക്ക് സർട്ടിഫൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ, അപ്പോൾ ബിഫോർ ദാറ്റ് യു വാണ്ട് ടു നോ അബൌട്ട് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് അറിയണമെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് അറിയണം.
വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ there are two parties related to contract costing. ഒരു കോൺട്രാക്റ്റി ഒരു കോൺട്രാക്ടറും ഉണ്ടാകും. നമുക്കറിയാം ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു വീട് വെക്കണമെങ്കിൽ നമ്മളൊരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുമെങ്കിൽ വി ആർ കോൺട്രാക്റ്റി. ആ ജോലി ഏൽപ്പിക്കുന്ന ആളെയാണ് നമ്മൾ കോൺട്രാക്റ്റി എന്ന് പറയുന്നത്. ആ ജോലി ആരാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ കോൺട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളിലായിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ കോൺട്രാക്റ്റി, കോൺട്രാക്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു കോൺട്രാക്ടറിൻ്റെ വ്യൂ പോയിന്റിൽ കൂടെ. നമ്മൾ ബിസിനസ് ആണല്ലോ പഠിക്കുന്നത്, ബിസിനസ്സിൻ്റെ പല ആംഗിൾസ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രാക്ടിൻ്റെ വ്യൂ പോയിന്റിലാണ് നമ്മൾ ഈ കോൺട്രാക്ട് എന്ന് പറയുന്ന അത് ഒരു കോൺട്രാക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോസ് ഇഫ് വി ആർ മേക്കിംഗ് ഒരു 2 story ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഒരു വീടാണ് വെക്കുന്നതെന്ന് വെച്ചോളൂ. ഈ വീടിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഒരു 60 lakhs റുപ്പീസിനാണ് അവരിത് പ്ലാൻ ചെയ്യുന്നത്. 60 lakhs. ഓക്കെ, അപ്പോൾ ഈ കോൺട്രാക്ടർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം സപ്പോസ് പറയുകയാണ് ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോർ എല്ലാം ആക്കിയിട്ടുണ്ട്, എനിക്ക് 35 lakhs, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് കേട്ടോ, 35 lakhs ആയി എന്ന് പറയും, അല്ലെങ്കിൽ 35 lakhs എനിക്ക് തരണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കോൺട്രാക്റ്റ് വന്നത് ഇൻസ്പെക്ട് ചെയ്യും അല്ലേ. കോൺട്രാക്റ്റിയുടെ നിർദ്ദേശപ്രകാരം കോൺട്രാക്ടർ ആണല്ലോ ഇത് വന്ന് ചെക്ക് ചെയ്യുന്നത്, അല്ല സോറി കോൺട്രാക്ടർ ആണല്ലോ ഈ വർക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര രൂപയുടെ വർക്ക് തീർത്തു എന്ന് പറയുമ്പോൾ അത് കോൺട്രാക്റ്റ് അങ്ങ് കണ്ണുടച്ചങ്ങ് സമ്മതിക്കില്ല. ഒന്നുകിൽ കോൺട്രാക്റ്റി അല്ലെങ്കിൽ കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്റ്റ് അല്ലേ, കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്റ്റ്. ഒന്നുകിൽ കോൺട്രാക്റ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ അറിയാമെങ്കിൽ കോൺട്രാക്റ്റ് വരും, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് വന്നിട്ട് ഇപ്പം കോൺട്രാക്ടർ പറയും 35 lakhs വർക്ക് തീർന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ഓക്കെ ആണെന്ന് പറയും, അല്ലെങ്കിൽ എത്രയാണോ ഇപ്പോൾ കോൺട്രാക്റ്റി അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് പറയും 30 lakhs മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ സംഭവത്തിനെയാണ് 30 lakhs എന്ന് പറഞ്ഞാൽ അവർ ആ പൈസ 5 ലക്ഷം കൊടുക്കില്ല എന്നല്ല, ആ ഡേറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ അതുവരെ അവരെന്ത് ചെയ്യുന്നുള്ളൂ, സമ്മതിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഇതിനെയാണ് കോൺട്രാക്ടർ എന്തെന്ന് പറയുന്നത്, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. കോൺട്രാക്ടർ എന്ത് പറയുന്നത്, വർക്ക് സർട്ടിഫൈഡ്. അതായത് ദിസ് പാർട്ട് ഓഫ് കോൺട്രാക്ട് വർക്ക് ദാറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ കോൺട്രാക്ടീസ്, ആർക്കിടെക്ട് ഓർ കോൺട്രാക്ടർ. ഓക്കെ, അപ്പോൾ ആർക്കിടെക്റ്റോ കോൺട്രാക്റ്റിയോ സമ്മതിക്കുന്ന, കംപ്ലീറ്റ് ആയി എന്ന് സമ്മതിക്കുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ഈ വർക്ക് സർട്ടിഫൈഡ് എന്താണ്? വർക്ക് സർട്ടിഫൈഡ് ആണ്. ഇപ്പോൾ കോൺട്രാക്ടർ എന്തൊക്കെ പറഞ്ഞതാണ് ശരി, കോൺട്രാക്റ്റും ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ, ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് തന്നെ. അപ്പോൾ ഈ ആർക്കിടെക്റ്റ് സമ്മതിക്കുന്ന അത്രയാണല്ലോ ഈ എന്തെന്ന് പറയുന്നത്, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തിൽ എന്തുണ്ടാവും, അത് കോസ്റ്റ് എന്നുള്ളൊരു സാധനം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മെയ്ഡ് ഡേറ്റ്, cost plus profit taken to profit and loss account, total profit of the contracted price എന്ന് പറയാം. അപ്പം നമുക്കിതിൽ നിന്ന് 2 ഓപ്ഷൻ സിമ്പിളായിട്ട് ഇതിനോടാണ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതെന്തായിരുന്നാലും കോസ്റ്റ് അല്ല. ഓക്കെ, കോസ്റ്റ് അല്ല എന്ന് പറയേണ്ട റീസൺ ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിനകത്തിൽ അവർ തീർത്ത വർക്കാണ്, അല്ലാതെ കോൺട്രാക്ട് എനിക്ക് ഇത്ര ചിലവായി എന്നല്ല പറഞ്ഞത്, ഞാൻ ഇത്ര രൂപയുടെ വർക്ക് തീർത്തു എന്നാണ് പറഞ്ഞത്. 2 വ്യത്യാസമുണ്ട്. എനിക്ക് ഇത്ര രൂപ ചിലവായി, നിങ്ങളൊരു വീട് വയ്ക്കുമ്പോഴും ഇത്ര രൂപ ചിലവായി എനിക്ക് ഇത്ര തരൂ എന്നല്ല ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞപ്പം എത്രയാണ്, 30% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോൺട്രാക്ടർ പറയാണ്. അതിപ്പോൾ 1 crore rupees വർക്കാണെങ്കിൽ അതിന് 30% എന്ന് പറയുമ്പോൾ കോൺട്രാക്ടർ ആവശ്യപ്പെടുന്നത് 30 lakhs rupees ആണ്. മനസ്സിലായോ? അപ്പൊ അതാണ് അത് ചിലപ്പോൾ 30 lakhs തന്നെ സമ്മതിക്കും, ചിലപ്പോൾ 25 സമ്മതിക്കുള്ളൂ. അത് ഡിപ്പെൻസ് അപ്പോൺ ദ സിറ്റുവേഷൻ. അപ്പോൾ ഒരിക്കലും ഇത് കോസ്റ്റ് ആവില്ല. കോസ്റ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല, കോസ്റ്റ് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ദെൻ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ കോൺട്രാക്റ്റഡ് പ്രൈസും അല്ല. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാനായിട്ടില്ല, വർക്ക് സർട്ടിഫൈഡിലല്ലേ നിൽക്കുന്നേ. അപ്പൊ അടുത്തത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മെയ്ഡ് ഡേറ്റ്, അതിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കറിയാലോ, നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതുമ്പോൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൻസർ ഈ 2 ഓപ്ഷനും എന്താണ്,
കറക്റ്റാണ്. പക്ഷെ കുറച്ചുകൂടി ഇതാ ഈ ഓപ്ഷൻ കിടക്കുന്നത് കൊണ്ട്, ഈ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ക്ലിക്ക് ചെയ്യണം? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മെയ്ഡ് ഡേറ്റ് തന്നെയാണ്. അത് എവിടെയും കൂടെ കൊണ്ടുപോകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കൊണ്ടുപോകും. അതായത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്ന ഇപ്പം എല്ലാ കോൺട്രാക്റ്റുകളും ഒരു വർഷത്തിൽ തീരണം എന്നില്ലല്ലോ. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ വർക്ക് സർട്ടിഫൈഡ് ആണ് കോൺട്രാക്ട് ചെയ്ത്. ഇത് ഈ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്ന ആക്ച്വലി അതൊരു ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ് ഫോർ കോൺട്രാക്ടർ എന്ന് പറയുന്നത്. അതായത് കിട്ടാനുള്ളതാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും, പിന്നെ അത് ബാലൻസ് ഷീറ്റിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ സോ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ടേക്കൺ ആണ്, അതെങ്ങോട്ടും കൂടെയൊക്കെ പോകുന്നതുമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നത്. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഹാസ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അത് വ്യത്യാസം അറിയായിരിക്കുമല്ലോ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ഇൻകേർഡ് ഫോർ എ പീരീഡ്, ഒരു പീരിയഡ് കോസ്റ്റ് ആണ്, ഒരു പീരീഡിലാവുന്നതാണ്. അതിന് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി റിലേഷൻഷിപ്പ് ഇല്ല. പ്രൊഡക്ഷൻ കൂടിയാലോ പ്രൊഡക്ഷൻ കുറഞ്ഞാലോ ഫിക്സഡ് കോസ്റ്റ് കൂടുകയോ കുറയുകയോ ഇല്ല. സോ ബൈ ദാറ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് കോസ്റ്റ്. ആൻഡ് ദിസ് വേരിയബിൾ കോസ്റ്റ് ആർ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ലൈക്ക് റോ മെറ്റീരിയൽസ്, ലേബർ. അത് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. പ്രൊഡക്ഷൻ കൂടുന്തോറും എന്ത് കൂടും? വേരിയബിൾ കോസ്റ്റ് കുറയും, പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ദാറ്റ് യു നോ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഇനി ചില certain costs having the peculiarities of both variable cost and fixed cost, that's known as semi variable or semi fixed cost. അത് പോട്ടെ. ഇതിനകത്തിലെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിനും ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് വരുന്നത്, ഹാസ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഏതിനകത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ എന്തിലായിരുന്നാലും ക്യാഷ് ബഡ്ജറ്റിൽ എന്തില്ല? ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നതിനകത്തിൽ ഒരു ഫിക്സഡ് വേരിയബിൾ കോസ്റ്റ്, ബിക്കോസ് ദാറ്റ്സ് ക്യാഷ് ബഡ്ജറ്റ്. പിന്നെ വരുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ് ആണ്. ഇതിൽ രണ്ടിലും കൂടിയും വന്നില്ലെങ്കിൽ നമുക്ക് നൺ ഓഫ് ദീസ് ബുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട്, ഇപ്പൊ സപ്പോസ് നമുക്കൊരു 500 യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് മേ ബി ഡെയിലി കപ്പാസിറ്റി ആയിക്കോട്ടെ, വീക്ക്ലി കപ്പാസിറ്റി ആയിക്കോട്ടെ, മന്ത്ലി കപ്പാസിറ്റി ആയിക്കോട്ടെ, ആനുവൽ കപ്പാസിറ്റി ആയിക്കോട്ടെ, അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട. 500 യൂണിറ്റ്സ് ആണ് നമ്മുടെ കപ്പാസിറ്റി. നമ്മുടെ കപ്പാസിറ്റി, ഇഫ് അവർ കപ്പാസിറ്റി ഈസ് റേസ്ഡ് ടു 700 യൂണിറ്റ്സ്, നമുക്ക് എന്തൊക്കെയായിരിക്കും കോസ്റ്റ് ചേഞ്ച് ഉണ്ടാവുക? അപ്പോഴവിടെ ഫ്ലെക്സിബിൾ, ദിസ് ഈസ് ഫ്ലെക്സിബിൾ. കണ്ടോ, 500 യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ 700 യൂണിറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു, അത് ഫ്ലെക്സിബിൾ ആക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത് എവിടെയാണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലാണ്. അപ്പോൾ ഇനി നമുക്ക് മാസ്റ്റർ ബഡ്ജറ്റ് എന്താണ്? മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തിൽ എല്ലാ ബഡ്ജറ്റും ഉണ്ട്. അതായത് എന്താണ്? സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, അതിന് അങ്ങനെ വരുന്ന എല്ലാ ബഡ്ജറ്റുകളുടെയും കൂടെ ഒരു ഇൻക്ലൂഡ്. സോ വൈ ദാറ്റ്സ് നോൺ ആസ് മാസ്റ്റർ ബഡ്ജറ്റ്. എല്ലാ ബഡ്ജറ്റുകളുടെയും കൂടെ ഒരു സമ്മറിയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനവിടെ ആ ഒരു സമ്മറൈസേഷനാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഫിക്സഡും വേരിയബിളും ആ ഒരു ഫ്ലെക്സിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. നമ്മൾ അതിനകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് പോർഷൻ എത്ര, വേരിയബിൾ പോർഷൻ എത്ര, ഇനി എന്താണ് സെല്ലിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് എത്ര, വേരിയബിൾ എത്ര എന്നെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ പോകുന്നത് ഇൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണ് കേട്ടോ. ഓക്കെ, the stage when joint products are separated from each other is known as, അതായത് നമ്മുടെ ഇത് വരുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിനകത്തിലാണ് കേട്ടോ. പ്രോസസ് കോസ്റ്റിംഗ്. സപ്പോസ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു 2 or 3 പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കടന്നു പോകുന്നത്. ഇപ്പോൾ എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സിയും കൂടെ കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു സി എന്നുള്ള ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് വേണ്ടത്, ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, പക്ഷേ ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദ പ്രോസസ് എ
ഒന്ന് പ്രോസസ് എ കഴിയുമ്പോൾ നമുക്ക് ചില പ്രൊഡക്റ്റ് കിട്ടും അല്ലേ, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ജോയിന്റ് പ്രോഡക്റ്റ് എന്ന് പറയും. അല്ല, ഈ എ കഴിഞ്ഞ് കിട്ടുന്നതിന് നമ്മൾ ബൈ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. ബൈ പ്രോഡക്റ്റ്, ജോയിന്റ് പ്രോഡക്റ്റ് രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ടെക്നിക്കലി ചെറിയ ചെറിയ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ എ കഴിഞ്ഞ് കിട്ടുന്ന ചിലപ്പോൾ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകാം, മനസ്സിലായി? എ കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവാം, അതിനെ നമ്മൾ ജോയിന്റ് പ്രോഡക്റ്റ് എന്ന് പറയും. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ഓഫ് ചെയ്യണം, മനസ്സിലായോ? സെപ്പറേറ്റ് ചെയ്യണം. ആ സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഇത് ബി കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഇത് എവിടെ? ആ ഒരു ജോയിന്റ് പ്രോഡക്ട്സ് സെപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബ്രേക്ക് ഈവൻ ചാർട്ടിലാണോ? ബ്രേക്ക് ഈവൻ ചാർട്ടും ഈ ജോയിന്റ് പ്രോഡക്റ്റ് പ്രോസസ് കോസ്റ്റിംഗ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രേക്ക് ഈവൻ ചാർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. Split of point. This is our answer. None of these അല്ല, ഇതും കൂടെ അല്ലായിരുന്നെങ്കിൽ none of these ആയതിനെ ശ്രദ്ധിക്കുക. ഈ none of these കിടക്കുമ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻസും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് കണക്ട് ചെയ്യാം, വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ജോയിന്റ് പ്രോഡക്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലാണ്. ഓക്കെ, this is a numerical question. When profit volume ratio is 40%, sales value is 10,000, the variable cost will be. So PV ratio, profit volume ratio is equal to 40%. Okay, marginal costing ആണ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ 40% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. ഈ കോൺട്രിബ്യൂഷൻ, അതായത് P4 പ്രോഫിറ്റ് ഇവിടെ ഉണ്ട്, V4 വോളിയം, R4 റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അതായത് മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ പ്രോഫിറ്റിന് പകരമായിട്ട് എടുക്കുന്ന സംഭവമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ വൈകി പറയാം. പ്രോഫിറ്റ് വോളിയം റേഷ്യോ, വോളിയം എന്ന് പറയുന്നത് സെയിൽസ്, അതായത് കോൺട്രിബ്യൂഷൻ സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ദാറ്റ്സ് 40% എന്നാണ്. എങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും. കോൺട്രിബ്യൂഷൻ 40% ആണെങ്കിൽ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് 10,000 ആണ്. So contribution is equal to sales into PV ratio 40%, that is 4,000. നമ്മളോട് കോൺട്രിബ്യൂഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ദിസ് ഇസ് മാർജിനൽ കോസ്റ്റിംഗ്, വെരി ബേസിക് ഫോർമുല. മാർജിനൽ കോസ്റ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത്രേ ഉള്ളൂ, ആ വ്യത്യാസം ഇത്രേ ഉള്ളൂ. സെയിൽസിൽ നിന്ന് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ ഇത് മാർജിനൽ കോസ്റ്റിംഗ് കേട്ടോ. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റിംഗ് ആണെങ്കിൽ സെയിൽസിൽ നിന്ന് ഓൾ എക്സ്പെൻസ്, അവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യും, ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്. അതല്ലേ വളരെ വെരി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നല്ല അറിയില്ല, ഞാൻ താഴോട്ട് എഴുതാം കേട്ടോ. അതായത് മാർജിനൽ കോസ്റ്റിംഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റിംഗ് പറയുന്നത് സെയിൽസ് മൈനസ്, അവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും, അതായത് ടോട്ടൽ കോസ്റ്റ് സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ പി വി റേഷ്യോ, കോൺട്രിബ്യൂഷൻ, മാർജിനൽ കോസ്റ്റ് എന്നൊക്കെ പറയും, നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിലാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫോർമുല എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. സെയിൽസ് ഇവിടെ ഉണ്ട്, എത്രയാണ്? 10,000. വേരിയബിൾ കോസ്റ്റ് നമുക്ക് അറിയില്ല, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. കോൺട്രിബ്യൂഷൻ നമുക്കറിയാം 4,000, നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? കോൺട്രിബ്യൂഷൻ 40% ആണ്, സെയിൽ 10,000 ആണ്. അപ്പോൾ 10,000 40% 4,000 ആയിരിക്കും കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ 10,000-ൽ നിന്ന് എത്ര കുറഞ്ഞാലായിരിക്കും 4,000 എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ
6,000 ആണ് കേട്ടോ. 6,000 അതെങ്ങനെ കണ്ടുപിടിക്കും? വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 10,000 മൈനസ് 4,000, that is 6,000. So 6,000 is the answer. Okay. Opportunity cost helps in. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഔട്ട് ഓഫ് ദ പോക്കറ്റ് കോസ്റ്റ് അല്ല. അതെന്താണ്? ഔട്ട് ഓഫ് ഇത് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ ഫോർ അക്വയർ എ തിങ് എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ 10 lakhs rupees ഉണ്ടെന്ന് വെച്ചു. 10 lakhs rupees അത് വെച്ച് നിങ്ങളൊരു 10 lakhsന് ഉതകുന്ന ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ലാഭം, ഒരു വർഷം നിങ്ങൾ ബിസിനസ് ചെയ്തു, ആ ബിസിനസ്സിൻ്റെ ലാഭം നിങ്ങൾ 10% ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. 10 lakhs ഒരു വർഷം നിങ്ങളത് ബിസിനസ് ചെയ്തു, ആ 10 lakhsഉം 10% കൂടെ നിങ്ങൾക്ക് ലാഭം കിട്ടി. അപ്പം നിങ്ങൾ ആ ലാഭം എടുത്തു വെച്ചിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഒരു വർഷം മുമ്പ്, അപ്പോൾ നിങ്ങൾ ആ ഒരു വർഷം മുഴുവൻ ബിസിനസ് ചെയ്തു, നിങ്ങൾ പർച്ചേസ് ചെയ്തു, ബിസിനസ് മാനേജ് ചെയ്തു, ഇത്രയും റിസ്ക് എടുത്തു, എന്നിട്ട് നിങ്ങളുടെ റിവാർഡ് 10% ആണ്. പക്ഷേ നിങ്ങൾ ഈ 10 lakhs rupees ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കിട്ടിയ സമയത്തെ കൊണ്ടൊരു ബാങ്കിൽ ഇട്ടിരുന്നു എങ്കിൽ, ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ, സപ്പോസ് യു വിൽ ഗെറ്റ് 9%, സംടൈംസ് യു വിൽ ഗെറ്റ് 10%. 10% ഇൻട്രസ്റ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ 10% റിട്ടേൺ കിട്ടാൻ വേണ്ടി ബിസിനസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ ബിസിനസ് ചെയ്യണോ അതോ എന്ത് ചെയ്യണം? ബാങ്കിൽ കൊണ്ടുപോയി ഇടണം. അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി ഇടുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് പറയുന്നതാണ്. മറ്റെന്തെങ്കിലും എന്തെങ്കിലും ട്രേഡ് ചെയ്യോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നമുക്ക് അവിടെ ഇതേ ഒരു സംഭവം കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മനസ്സിലാക്കണം. ഒരു 10% ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? ബാങ്കിൽ കിട്ടുമായിരുന്നെങ്കിൽ ആ 10ന് എബോവ് ആയിട്ട് എത്ര കിട്ടുന്നുണ്ട്? മനസ്സിലായോ? അപ്പോൾ 10ന് എബോവ് ആയിട്ട് ഇവിടെ സപ്പോസ് 10% ആണെങ്കിൽ അവർ റിട്ടേൺ 0. ഇനി നമുക്കൊരു 12% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിട്ടേൺ കിട്ടുന്നതെങ്കിൽ അവർ റിട്ടേൺ ഇസ് ഓൺലി 2%. അല്ലേ? അപ്പോൾ റിട്ടേൺ കിട്ടുന്നുണ്ട്, നമുക്കിത് ചെയ്യണ്ട. ഇതിനെ വിട്ടിട്ട് നമുക്ക് ഈ ബാങ്ക് പൈസ എന്ത് ചെയ്യാം? നമുക്കൊരു സേഫർ ആയിട്ടുള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബിസിനസ് ചെയ്യേണ്ട, റിസ്ക് എടുക്കണ്ട, പർച്ചേസ് ചെയ്യേണ്ട, ഈ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യേണ്ട. ബിസിനസ് ചെയ്യാതെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 2% ആണ് കിട്ടുന്നത്. അല്ല, ചെയ്ത അത് ആ 2% കിട്ടില്ല, 10% ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ 2%. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോയാൽ, ഇപ്പോൾ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഒരു 2 lakhs rupees ആണെന്ന് വെച്ചു. 2 lakhs rupees. നിങ്ങൾ ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് 3 lakhs rupees ആണ് കിട്ടുന്നതെന്ന് വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ലാഭം? അപ്പം നിങ്ങൾക്ക് ജോലിക്ക് പോയാൽ കിട്ടുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ എത്ര ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. അത് കോസ്റ്റ് അസർടൈൻമെന്റിനാണോ, കൺട്രോളിങ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കോസ്റ്റ് അസർടൈൻമെന്റ് ആണോ, മേക്കിംഗ് മാനേജറൽ ഡിസിഷൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇനി ഇതിനോട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ മേക്കിംഗ് മാനേജറൽ ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമാണ്. വി ഹാവ് ടു ഡിസൈഡ് whether to stick on business or do some other safe investment arenas എന്നുള്ളത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ കോസ്റ്റ് അസർടൈൻമെന്റിലൊന്നും ഒരു അർത്ഥമില്ല, അല്ലെങ്കിൽ കൺട്രോളിങ് ഓഫ് കോസ്റ്റ് ഒന്നുമല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളത് എങ്ങനെ അത് കുറയ്ക്കും കൂട്ടും എന്നുള്ളതല്ല. തീരുമാനങ്ങൾ എടുക്കാൻ ഒരു യാർഡ് സ്റ്റിക്കാണ് അവിടെ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എടുത്തു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. മേക്കിംഗ് മാനേജറിയൽ ഡിസിഷൻ. Okay, time and motion study is conducted by ഈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് എത്ര ടൈം എടുക്കുന്നുണ്ട്, അത് ഈ മോഷൻ എന്നവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനത്തോളം മൂവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിലാണ്. അത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അറ്റൻഡൻസ് ആണ് കേട്ടോ. അറ്റൻഡൻസ് ഫോർ
പേറോൾ അല്ലെങ്കിൽ സാലറി, കോമ്പൻസേഷൻ, അറ്റൻഡൻസ്, എത്ര ദിവസം ലീവ്, അത് ഇത്. അപ്പൊ അവിടെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി വരാനുള്ള സാധ്യത ഇല്ല. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ്, സ്റ്റാഫിംഗ് ചെയ്യുന്നത്, അവരെ ട്രെയിനിങ് ചെയ്യുന്നത് പോലുള്ള പരിപാടികൾ. HR ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഈക്വൽ ടു HR ഡിപ്പാർട്ട്മെന്റ്. അതായത് അവരെ ജോലിക്ക് വിളിക്കുക, സെലക്ഷൻ പ്രൊസീജിയർ, ട്രെയിനിങ് കൊടുക്കുക, അവരെ പിന്നെ എന്താണ് അവർക്ക് പ്രൊമോഷൻ, അവരുടെ റാങ്കിങ്, അവരുടെ പ്ലേസ്മെന്റ്, അതൊക്കെ ചെയ്യുന്നതാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പേറോൾ ഡിപ്പാർട്ട്മെന്റ് പിന്നെ പറയണ്ട, അവരുടെ വേജ് കാൽക്കുലേഷൻ, അവരുടെ ESI, പ്രൊവിഡന്റ് ഫണ്ട്, അവരുടെ പെൻഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നവരാണ് പേറോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോട് മനസ്സിലായി ഈ 3 ഡിപ്പാർട്ട്മെന്റും അല്ല, വർക്ക് സ്റ്റഡി ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഈസ് കണ്ടക്ടഡ് ബൈ വർക്ക് സ്റ്റഡി ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. In case of weighted average price method, the need for calculating new issue prices arise every time when നമ്മൾ പ്രൈസിംഗ് ആണ് കേട്ടോ, കോസ്റ്റിങ്ങിനകത്തില് പ്രൈസിംഗ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് വരുന്നതാണ്. പ്രൈസിംഗ് എന്ന് പറയുന്ന പല ടൈപ്പ് പ്രൈസിംഗ് ഉണ്ട്. FIFO, FIFO ഉണ്ട്, FIFO ഉണ്ട്, LIFO ഉണ്ട്, HIFO ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ പ്രൈസിങ് ടെക്നിക്സ് ആണ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വരുന്നതിന് നമ്മൾ ആദ്യം കൊടുക്കുന്നു. ലിഫോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വന്നതിനെ നമ്മൾ കൊടുക്കുന്നു. പ്രൈസിങ് ആണ് കേട്ടോ, പ്രൈസിങ് എങ്ങനെ സെറ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ഹിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ഹയസ്റ്റ് പ്രൈസിനെ നമ്മൾ ആദ്യം വിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ്. ഇനി അതുപോലെ ഒരു പ്രൈസിങ് മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് ആവറേജ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് ആവറേജ് പ്രൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന സിംപ്ലി പറയുകയാണെങ്കിൽ സിമ്പിൾ ആവറേജ് പറയാം, എന്നിട്ട് വെയ്റ്റഡ് ആവറേജ് പറയാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ 5 രൂപയ്ക്ക് ഒരു ഡേറ്റിന് 5 രൂപയ്ക്കും വാങ്ങിയതിരിക്കുകയാണ്, ഒരു ഡേറ്റിന് 4 രൂപയ്ക്കും വാങ്ങിയതിരിക്കുകയാണ്. സോ പ്രൈസ് എന്ന് പറയുന്നത് 5 + 4 / 2 = 9/2, 4.5. അപ്പൊ നമ്മളോട് എത്ര വിൽക്കണം ചോദിച്ചു കഴിഞ്ഞാൽ 4 രൂപയ്ക്ക് വിൽക്കണം എന്നാ പറയാം. മനസ്സിലായോ? അപ്പോൾ അടുത്ത ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇപ്പോഴും 5 രൂപയ്ക്ക് വാങ്ങിയുണ്ട്, 4 രൂപയ്ക്ക് വാങ്ങിയതുണ്ട്. അടുത്ത ദിവസം വന്നപ്പോൾ അത് 8 രൂപയായെന്ന് വെച്ചു. അപ്പം നമ്മൾ ആ പ്രൈസും കൂടെ കൂട്ടും, /3 അല്ലേ? അപ്പോൾ 17 / 3. അപ്പോൾ അതുകൊണ്ട് അറൗണ്ട് 5.8 കേട്ടോ, അല്ലെങ്കിൽ 9 ഇടാടെ. 9 ഇടുമ്പോൾ ഒരു 9, അപ്പോൾ 18 കിട്ടും. അപ്പോൾ സോ അവർ പ്രൈസ് ഇസ് 6. അപ്പോൾ ഇതാണ് വെയ്റ്റഡ് ആവറേജ്. ഇനി വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈഡ് ആയിട്ട് രണ്ടും ഈ ക്വസ്റ്റ്യന് ഇത് വെയ്റ്റഡ് ആവറേജ് നോർമൽ ആവറേജ് രീതിയിൽ ചിന്തിച്ചാലും കിട്ടേണ്ടതാണ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആവറേജ് പ്രൈസിംഗ് എന്ന് പറയുന്ന വരുന്ന സാധനങ്ങളുടെ വില അനുസരിച്ച് പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എത്ര നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ 5 രൂപയുടെ സാധനങ്ങൾ തീരുമായിരിക്കും, എങ്കിൽ പിന്നെ 4 + 9 / 2 ആയിരിക്കും. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. സോ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇൻ കേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ദ നീഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ന്യൂ ഇഷ്യൂ പ്രൈസ് അറൈസസ് എവറി ടൈം. ന്യൂ ഇഷ്യൂ പ്രൈസ് വെച്ചാൽ നമ്മൾ വിൽക്കേണ്ടുന്ന ഇഷ്യൂ ചെയ്യേണ്ടുന്ന പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴാണ്? എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ് ആണോ, എ ന്യൂ ഇഷ്യൂ ഈസ് മെയ്ഡ് ആണോ, ബോത്ത് എ ന്യൂ ഇഷ്യൂ ആൻഡ് ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? എപ്പോഴാണ് നമ്മൾ കണ്ടത്? ഒരു പുതിയ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ? പുതിയ പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു പുതിയ വില വരുന്നത്. പഴയ വിലയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പുതിയ പർച്ചേസ് ചെയ്യുമ്പോൾ പുതിയ വിലയാണെങ്കിൽ ആവറേജ് എടുക്കുമ്പോൾ മാറും. അപ്പോൾ ഓരോ തവണ പുതിയ പർച്ചേസ് ചെയ്യുമ്പോൾ വില വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. സോ ന്യൂ പർച്ചേസസ് മെയ്ഡ് ആണ് ഉത്തരം എന്ന് പറയുന്നത്, അല്ലാതെ ഇഷ്യൂ നടത്തുമ്പോഴൊന്നും അല്ല. ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ പ്രൈസ് ഇഷ്യൂ നടത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ സോ എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. ഓക്കെ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്.
സോ ചാർജിങ് ഓവർഹെഡ്. ഇപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ എന്താ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ, അതായത് കോസ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു ഫർണിച്ചർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫർണിച്ചർ മാർട്ട് ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു ഫർണിച്ചർ മാർട്ട് ഉണ്ട്. ഈ ഫർണിച്ചർ മാർട്ടിൽ എന്ത് ചെയ്യുന്നു, തടികളുണ്ട്. അപ്പോൾ ഒരു ചെയർ, ഇതിപ്പോൾ ഒരു ചെയർ ആണെന്ന് വിചാരിച്ചോളൂ. ഈ ചെയർ ഉണ്ടാക്കാൻ നിങ്ങളവിടെ എത്ര വുഡ് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമുക്ക് അതിൻ്റെ കിലോ ഉണ്ട്, അതിൻ്റെ ഫ്ലൈക്സ്, ഇത്ര ഫ്ലൈക്സ് അതിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഇത്ര കിലോ അതിൽ നിന്ന് എടുത്തു, നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇനി ഈ തടി അല്ലെങ്കിൽ ചെയർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന നെയിൽസ്, ചിലപ്പോൾ നെയിൽസിൻ്റെയും കൃത്യ നമ്പർ നമുക്ക് കിട്ടും. ഇനി ഗ്ലൂ, അതായത് ഫെവിക്കോള് പോലെ ഇത് ഒട്ടിക്കേണ്ട ചിലയിടത്തെങ്കിലും, എല്ലായിടത്തും ഒട്ടിക്കുന്നല്ല ഞാൻ പറയുന്നത്, അതുപോലത്തെ ഒരു സാധനം. ഇതുണ്ടാക്കേണ്ടുന്ന ലേബർ, ചിലപ്പോൾ ഒരു ദിവസം അയാൾ ഒരു ചെയർ ഉണ്ടാക്കും, ഒരു കട്ടിലുണ്ടാക്കും, ഇതുണ്ടാക്കും, ചിലപ്പോൾ പകുതിയായിട്ടൊക്കെ നിർത്തും. അപ്പോൾ ഇങ്ങനെ ചില എക്സ്പെൻസുകൾ പെട്ടെന്ന് ഈ പ്രൊഡക്റ്റിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ എക്സ്പെൻസുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർഹെഡ് എക്സ്പെൻസ്. അത് ഓവർഹെഡ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് അറിയാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ഓവർഹെഡ്. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഓവർഹെഡിനെ അബ്സോർബ് ചെയ്യാൻ തന്നെയാണ്. അത് കോസ്റ്റ് സെന്ററുകളിലേക്കാണോ കോസ്റ്റ് യൂണിറ്റ്സിലേക്കാണോ, അതോ ബോത്ത് എ ആൻഡ് ബി ആണോ? ഓപ്ഷൻ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇതിനകത്തില് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ എവിടെ കൊടുക്കുന്നതാണ്? കോസ്റ്റ് സെന്ററിൽ, കോസ്റ്റ് സെന്റർ അല്ല, ഓക്കെ, ചാർജിങ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് സെന്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയൊക്കെ കോസ്റ്റ് സെന്റർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ ഓവർഹെഡ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫർണിച്ചർ മാർക്കറ്റാണെങ്കിൽ നമുക്ക് ആ ചെയറിന്റെ വിലയാണ് ഫിക്സ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ ചെയറിന് നമുക്കൊരു വില ഇടണമെങ്കിൽ ആ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആ പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചാർജിങ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്സ്. ഇത് കോസ്റ്റ് യൂണിറ്റ്സിലേക്കാണേ, കോസ്റ്റ് യൂണിറ്റ്സ്. ഓക്കെ, the bird in the hand argument is given by, the bird in the hand was given by, bird in the hand എന്ന് പറയുന്നത് ഡിവിഡൻഡ് തിയറിയിലെ എന്താണ് ഡിവിഡൻഡ് തിയറി? അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഡിവിഡൻഡ് തിയറി ഉണ്ട്. ഈ ഡിവിഡൻഡ് തിയറിക്കകത്ത് ബ്രോഡായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഡിവിഡൻഡ് തിയറി. ഒന്ന് റിലവൻസ് കോൺസെപ്റ്റ് എന്നും ഇറിലവൻസ് കോൺസെപ്റ്റ് എന്നും. അതായത് റിലവൻസ് കോൺസെപ്റ്റുകാർ പറയുന്നത് ഡിവിഡൻഡ് ഇസ് റിലവൻറ്റ്, ഡിവിഡൻഡ് കൊടുക്കുന്നതും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുക, പിന്നെ വാല്യൂ ഓഫ് ദ ഫേം കൂട്ടുക എന്ന്. എന്താണ് ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ബിസിനസിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുക. അപ്പോൾ WA എന്താണെന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്യാപിറ്റൽ സോഴ്സുകളുടെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുക, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവരുടെ ഷെയർസിന്റെ വാല്യൂ കൂട്ടണം. അപ്പം അതാണ് അവിടെ പറയുന്നത്. അപ്പം ഇതിനകത്തിൽ ഡിവിഡൻഡ് തിയറിക്കകത്ത് റിലവൻസ് കോൺസെപ്റ്റും റിലവൻസ് കോൺസെപ്റ്റിലെ സ്കൂളിലുള്ള സയന്റിസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിവിഡൻഡ് കൊടുത്താൽ ഇറ്റ് വിൽ അഫക്ട്സ്
വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫേം. അതായത് ഡിവിഡൻഡ് നോക്കിയും കണ്ടുമൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഇത്ര റിട്ടേൺ ഉള്ള കമ്പനി ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ്. അപ്പം ഡിവിഡൻഡ് പേയിങ് ഈസ് സെൻസിറ്റീവ് ടു ദ ഒബ്ജക്റ്റീവ് ലൈക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫേം എന്ന് പറയുകയാണ്. ഇനി ഇറലവൻസ് കോൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലായി. ഇറലവൻസ് കോൺസെപ്റ്റിൻ്റെ നിങ്ങൾ ഡിവിഡൻഡ് എത്ര വേണമെങ്കിലും കൊടുത്തോളൂ. ഡിവിഡൻഡ് കൊടുക്കുമോ കൊടുക്കാതിരിക്കുമോ മുഴുവൻ കൊടുക്കുമോ മുഴുവൻ റിട്ടൻഷനായിട്ട് വെക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ ഫേമിനെയോ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്തിൽ അപ്പോൾ അവിടെ ഇത് പറയാം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഇത് നിങ്ങളുടെ ഒറ്റയടിക്ക് മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. MM മോഡൽ എന്ന് പറയുന്നത് മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്നാണ്. മോഡിഗ്ലാനി ആൻഡ് മില്ലർ രണ്ട് പേരാണ് അവർ, ഒന്ന് മോഡിഗ്ലാനി ഒന്ന് മില്ലർ എന്ന് പറയുന്നവർ ചേർന്നിട്ട് ഈ MM എവിടെ കണ്ടാലും അത് അവർ ഇറലവൻസ് ആണ്. അവർ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിലും ശരി തന്നെ, ഡിവിഡൻഡ് ആണെങ്കിലും ഇതൊന്നുമല്ല ഫേമിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ഫേമിൻ്റെ വാല്യൂനെയൊന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ MM അല്ല. റെസിഡ്യൂവൽ ഇൻകം തിയറി ഇതിനകത്തൊന്നും വരുന്നതേ അല്ല, അത് വിട്ടേക്കുക. വാൾട്ടറും ഗോർഡണും ആണ് റിലവൻസ് കോൺസെപ്റ്റിൻ്റെ ആൾക്കാർ. വാൾട്ടറും ഗോർഡനും ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്, ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. ഡിവിഡൻഡ് നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ വി ക്യാൻ റെഡ്യൂസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് റിലവൻസ് കോൺസെപ്റ്റ് സ്കൂളിനകത്തിലുള്ള വാൾട്ടറിന്റെ മോഡലും ഗോർഡന്റെ മോഡലും പറയുന്നത്. അപ്പൊ അതില് ഇനി ഇതെല്ലാം അങ്ങ് വിട്ടേക്ക്. ഗോർഡൻ മോഡലാണ് ഈ മിറൻ ഗോർഡൻ എന്ന് പറയുന്ന ആളുടെ ഈ തിയറിക്കകത്താണ് അദ്ദേഹം ഈ റിലവൻസ് കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞിട്ട് ബേർഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബേർഡ് നമ്മുടെ കയ്യിലിരിക്കുന്ന കിളി അല്ലേ, നമ്മൾ ആ ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന കിളി അത് ഡിവിഡൻഡ് ആണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ കിളി, ആ കയ്യിലിരിക്കുന്ന കിളി എന്ന് പറയുന്ന ഡിവിഡൻഡ്, ആ ഡിവിഡൻഡിനെ എങ്ങനെ യൂസ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നതും കുറയുന്നതും വാല്യൂ ഓഫ് ദ ഫേം കൂടുന്നതും. അപ്പം ഗോർഡൻ ആണ് ബേർഡ് ഇൻ ദ ഹാൻഡ് ആർഗ്യുമെന്റ്. ബേർഡ് ഇൻ ദ ഹാൻഡ് ആർഗ്യുമെന്റ് ആയിട്ട് ഗോർഡൻ പറയുന്നത്, ആ ബേർഡ് ഇൻ ദ ഹാൻഡ് ആയിട്ട് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വളച്ചു കെട്ടി പറഞ്ഞത്. ഇവർ രണ്ടുപേരും റിലവൻസ് തിയറിക്കാരാണ്. റിലവൻ്റ് ഉണ്ട്, അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. MM എന്ന് പറയുന്നത് ഇറലവൻസ് ആണ്. റെസിഡ്യൂവൽ ഇൻകം തിയറി ഇതുമായിട്ടൊന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതല്ല കേട്ടോ. അപ്പം ഗോർഡൻ ആണ്, മേരൻ ഗോർഡൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഈ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ് തരുന്നത് കേട്ടോ. ഓക്കെ.